എടി ഒരു നേരം ഇരുന്നിട്ട് ആ ഖുറാന്റെ മീനിങ് മലയാളത്തിൽ വരുന്നുണ്ടടിയ ശശികലെ. ആദ്യം ഈ സീനൊന്ന് കണ്ടു നോക്കിയ, എന്നിട്ട് ബാക്കി കാര്യം പറയാം. പൗരോഹിത്യത്തിന് ഈ പുസ്തകം വെച്ചുകൊണ്ട് ഇവരെ അടിമയാക്കി നിർത്തണം. ബോധമുറയ്ക്കുന്നതിന് മുമ്പ്, തീരുമാനങ്ങൾ എടുക്കാൻ അറിയുന്നതിന് മുമ്പ് തലയിലേക്ക് ഇതൊക്കെ അടിച്ചു കയറ്റും. ബൈബിളിലെ കാര്യങ്ങളും ഖുറാനിലെ കാര്യങ്ങളും അടിച്ചു കയറ്റും. ഒരു 18 വയസ്സ് വരെ മതപഠനം അനുവദിക്കും. ആ നിലയിൽ പോസിബിൾ ആണ് ഈ ഖുറാനും ബൈബിളും ഖുറാനും ബൈബിളും ഇരിക്കേണ്ടോടത്ത് ഇരുന്നിട്ട് ഇവരായി പോന്നിരുന്നുവെങ്കിൽ നമുക്ക് എടുക്കണ്ട. നടക്കണില്ല, അവരുടെ ജീവിതം ഖുറാനും ബൈബിളും ബേസ് നടന്നില്ല. കാരണം എന്താ വെച്ചാൽ അത് മത പൗരോഹിത്യത്തിന്റെ തകരാറാണ്. പൗരോഹിത്യത്തിന് ഈ പുസ്തകം വെച്ചുകൊണ്ട് ഇവരെ അടിമയാക്കി നിർത്തണം. ഇവരെ ഇതൊന്ന് സ്വതന്ത്രരാക്കാൻ അവർ തയ്യാറല്ല. അവർക്ക് പറ്റുന്ന കുഴപ്പം, ഹിന്ദുമതത്തിന്റെ മഹിമ എന്താന്ന് പറഞ്ഞാൽ നമ്മളാരും കുട്ടിക്കാലത്ത് ഇതൊന്നും കുട്ടികളുടെ തലയിലേക്ക് അടിച്ചു കയറ്റുന്നില്ല. നേരെ മറിച്ച് ഇസ്ലാമിനും ക്രിസ്ത്യാനിറ്റിക്കും പറ്റുന്ന തരക്കട എന്ന് പറഞ്ഞാൽ ബോധമുറയ്ക്കുന്നതിന് മുമ്പ്, തീരുമാനങ്ങൾ എടുക്കാൻ അറിയുന്നതിന് മുമ്പ് തലയിലേക്ക് ഇതൊക്കെ അടിച്ചു കയറ്റുന്നു. ബൈബിളിലെ കാര്യങ്ങളും ഖുറാനിലെ കാര്യങ്ങളും അടിച്ചു കയറ്റുന്നു. പിന്നെ എന്ത് തന്നെ ശുദ്ധവായു കടന്നാലും അവരുടെ തലയിലേക്ക് വേർക്കാൻ ആ കുട്ടിക്കാലത്ത് എഴുതി സ്ലൈറ്റുമേ കല്ലുവരെ പിടിച്ച മാതിരിയാണ്. പിന്നെ മായ്ച്ചു കളയാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അതുപോലെ ഇവരുടെ കുട്ടിക്കാലത്ത് തലയിൽ എഴുതി കൊടുക്കുകയാണ്. ഇവിടെ രാഷ്ട്രം ശ്രദ്ധിക്കേണ്ടത്, എനിക്ക് ഹിന്ദുമതത്തിന് എന്തോ ആയിക്കോട്ടെ, ഒരു 18 വയസ്സ് വരെ മതപഠനം അനുവദിക്കരുത്. മതത്തിന്റെ ആചാരങ്ങൾ പിൻപറ്റിക്കോട്ടെ, ഒരു കുഴപ്പമില്ല. മതത്തിന്റെ ആചാരങ്ങൾ പിൻപറ്റാം, മതത്തിന്റെ അനുഷ്ഠാനങ്ങൾ ചെയ്യാം. പക്ഷേ മതപഠനം അഥവാ അനുവദിക്കുകയാണെങ്കിൽ അത് വളരെ കൃത്യമായ മോണിറ്ററിംഗ് നടത്തിയിട്ടുള്ള പാഠ്യപദ്ധതി അംഗീകരിച്ചതിന് ശേഷം മാത്രമേ മതപഠനം അനുവദിക്കാവൂ. ഇത് ഈ ബോധമില്ലാത്ത പ്രായത്തിൽ ഈ കുട്ടികളെ തലയിൽ അടിച്ചു കയറ്റിയിട്ട് അവർ കാണുന്നവരെല്ലാം ശത്രുക്കളായിട്ടാണ് കാണുന്നത്. ഇവരെല്ലാം ഞങ്ങളെ നശിപ്പിക്കാനുള്ളവരാണ് എന്നുള്ളൊരു ശത്രുഭാവത്തിൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രേമിച്ച് കീഴടക്കാം, അല്ലെങ്കിൽ വേറെ രൂപത്തിൽ കീഴടക്കാം. ഇത്തരത്തിലുള്ള കുതന്ത്രങ്ങൾ അവർ മെനയുന്നത് ഈ കുട്ടിക്കാലത്ത് തലയിൽ ഇത് ചെന്നിട്ടാണ്. അതുകൊണ്ട് നമ്മൾ ഈ നാടിന് സമാധാനം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ മതപഠനം ഒരു 18 വയസ്സ് വരെ ആവശ്യമില്ല എന്നുള്ളതാണ്. 18 വയസ്സ് കഴിഞ്ഞ് താല്പര്യമുള്ളവർ മതം പഠിക്കട്ടെ. അതുവരെ മതത്തിന്റെ ആചാരവും അനുഷ്ഠാനവും പിൻപറ്റി ജീവിച്ചാൽ മതി. പഠനം മറ്റ് വിദ്യാഭ്യാസത്തിന് ശേഷം മാത്രം പഠിക്കണം. കേട്ടല്ലോ, മതത്തിന്റെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും കൊണ്ടാടാം, നടത്താം. പക്ഷെ മതം എന്താണെന്ന് അതിൽ പഠിക്കാൻ പാടില്ല. അത് കുട്ടികൾക്ക് പഠിപ്പിക്കാനും പാടില്ല. ഇത് ഭരണഘടനയ്ക്ക് എതിരായിട്ടാണ് ഇവള് പറയുന്നത്. പിന്നെ ഇന്ത്യ മഹാരാജല്ലേ? മതപഠനത്തിൽ എവിടെയാണ്, ഏത് കിതാബിലെ, ഏത് പുസ്തകത്തിലാണ്, ഏത് ഉസ്താദുമാരാണ് ഇത് ഈ രീതിയിൽ? അതല്ലാതെ മറ്റുള്ള ശത്രുക്കളൊക്കെ കാണാൻ വേണ്ടിയിട്ട് ഇത് ചർച്ച എന്താണ്, ക്രിസ്ത്യൻ മതമായാലും മുസ്ലിം മതമായാലും എവിടെയാണ് പഠിപ്പിച്ചിട്ടുള്ളതും കൂടെ ഇതിന്റെ കൂടെ പറഞ്ഞിരുന്നെങ്കിൽ നമുക്കത് മനസ്സിലാക്കാമായിരുന്നു. ബോധമില്ലാത്ത സമയത്ത്, ബോധമില്ലാത്ത കാലത്ത് കുട്ടികളുടെ തലയിലേക്ക് അടിച്ച് കയറ്റുന്നതാണ് എന്ത്, ഞാൻ കാണിച്ചുതരാം. അത് നമുക്ക് കണ്ടുനോക്കാം. അതിനു മുമ്പ് ഒരു കാര്യം കൂടെ പറയാനുണ്ട്. എന്താ വെച്ചാൽ ഇപ്പത്തെ കാലം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, പട്ടി കടിച്ച് നടന്നിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. അന്ന് ഇത് കുറച്ചുകൊണ്ടിരുന്നു. പട്ടികളെ ഒപ്പം തന്നെ കുറച്ചുകൊണ്ടിരുന്ന, എല്ലാത്തിനും കടിച്ചുകൊണ്ടിരുന്നു. അതൊക്കെ ഒന്ന് കൺട്രോളായി കുറച്ച് ലെവൽ കണ്ടുപോയി. പട്ടികൾക്കൊക്കെ വേണ്ട അതിനനുസരിച്ച് വന്ധ്യംകരണം കൊടുത്തു. കൊറോണത്തിന് ജയിലിലിട്ട്, കൊറോണത്തിന് ചാത്ത് അടിച്ചൊതുക്കിയൊക്കെ ആണ്ട് ചെയ്തപ്പോ കുറച്ചൊന്നും കുറഞ്ഞു. അപ്പൊ ഇതിന് ബുദ്ധിമുട്ട്, ഇനിയിപ്പോ ഏതിന്റെ ഒപ്പം ഞാൻ വരുമെന്ന്. അങ്ങനെയാണ് മാളത്തിൽ നിന്ന് വിഷമുള്ള സാധനങ്ങൾ ചീറ്റി പുറത്തു വരൽ തുടങ്ങി. വേനൽ വന്നപ്പോ അപ്പൊ മൂർക്കം പാമ്പും അണലിയും മറ്റേതും മറച്ചതുമായിട്ട് കുട്ടികളെ എന്താണ് കടിക്കലും കൊല്ലലും. നേരത്തെ എവിടെ നോക്കിയാലും, അടുപ്പിലാണെങ്കിലും അലമാറയിലാണെങ്കിലും തട്ടിന്റെ ചോട്ടാണെങ്കിലും കക്കൂസിലാണെങ്കിലും ഒക്കെ ഈ പാമ്പുകളാണ്. അതിന്റെ കൂടെ ഈ ഒരു ശശികല പാമ്പും വേറൊന്നുമില്ല. ഇതിന് ശരിക്കും ചേരേണ്ട പേരും അതന്നാണ് കേട്ടോ. അതായത് മൂർഖനൊക്കെ പറഞ്ഞ നാണക്കേടാണ്. മൂർഖന് മറ്റുള്ളതൊക്കെ അട്ടടി മൂർഖനല്ലേ, അണലി, ഇങ്ങനെയൊക്കെയുള്ള കൊടും വിഷം, അതായത് മലമ്പാമ്പ്, ഇങ്ങനെയൊക്കെയുള്ള വിഷമുള്ള പാമ്പുകളെ പറയണെങ്കിലും അവരുടേതായിട്ടൊരു മര്യാദക്ക് അന്തസ്സിൽ അവരുടെ അടുത്തേക്ക് ശത്രുക്കൾ വരുന്നുണ്ടെന്ന് തോന്നുമ്പോൾ കൊത്തുന്നേ ഉള്ളൂ. ഇതല്ല, ഇത് വെറുതെ കിടന്ന് വിഷം ചീറ്റിക്കൊണ്ടിരിക്കുകയാണ്. വെറുതെ വർഗീയത ഉണ്ടാക്കുക. ഇതിനോട് ആരാണ് ഇതൊക്കെ ചോദിക്കുന്നത്? ഇതിനൊക്കെ ഒരു സ്റ്റേജ് കൊടുക്കുന്നതും ഇതിന്റെ ഈ പ്രസംഗങ്ങൾ എടുത്തിട്ട് ആരാണ് ഇതിനെടുത്ത് ഇങ്ങനെ ഇടുന്നതും എനിക്കറിയില്ല കേട്ടോ. ഇത് ഇങ്ങനെ ഒന്ന് പറയാന് ഇതിനൊരു സാഹചര്യം കൊടുക്കുന്നുണ്ടല്ലോ, ഒരു വേദി കൊടുക്കുന്നുണ്ടല്ലോ, അത് ആരാണെന്ന് നമുക്ക് മനസ്സിലാവില്ല. എന്തായാലും വേണ്ടില്ല, ഇവള് പറയുന്നത് കേട്ടിരിക്കാന് അതിനനുസരിച്ചുള്ള ആൾക്കാരെ വേറെ വിളിക്കണം. അതിന് പറ്റിയ ടീമുകൾ വേറെ ഉണ്ടായിരിക്കും. എന്തായാലും ഇവള് പറഞ്ഞല്ലോ, കുട്ടികൾക്ക് ബോധമില്ലാത്ത സമയത്ത്, ബോധമില്ലാത്ത കാലത്ത് കുട്ടികളുടെ മനസ്സിൽ അങ്ങനെ ഇങ്ങനെ ചെയ്യുന്നെന്ന്. ഹിന്ദു മതത്തില് അങ്ങനല്ല, അവരുടെ ഒരു പ്രത്യേകത വേറെ ഒരു ലെവലിലാണെന്ന് പറഞ്ഞല്ലോ. ആ ലെവലിൽ നമുക്കൊന്ന് നോക്കാം. ഞാൻ പറഞ്ഞത് ഹിന്ദു മതം അല്ല, ഇതല്ലാത്ത വേറൊരു മതം ഉണ്ടല്ലോ, സംഘി മതം, അവരാണ് ഞാൻ പറയുന്നത്. അല്ലാതെ ഹിന്ദുക്കൾക്ക് അറിയാം, മുസ്ലിമുകൾക്കും അറിയാം, ക്രിസ്ത്യൻസിനും അറിയാം, ഇത് സൗഹൃദ മതം.
ഇതല്ലാതെ നാലാമതൊരു മതം ഇറങ്ങിയിട്ടുണ്ട്. ആ മതമാണ് സംഘിമതം. ഈ സംഘിമതത്തിനാണ് ഇപ്പം പിടിച്ചെടുക്കണം ഇന്ത്യ, ഒഴിവാക്കണം ആരെ, മുസ്ലിംസിനെയും ക്രിസ്ത്യൻസിനും. എന്നിട്ട് അവിടെ ഞങ്ങൾക്ക് ഭരിക്കണം. സ്വത്തുക്കൾ അവര് കഷ്ടപ്പെട്ടുണ്ടാക്കിയത് ഞങ്ങൾക്ക് തട്ടിയെടുക്കണം. എന്നിട്ട് ഞങ്ങൾക്ക് സുഖമായി ജീവിക്കണം. ഈ ഒരു ചിന്ത ഇവർക്കുള്ളത്. അധ്വാനിച്ചുണ്ടാക്കുന്ന മുതലുകൾ മറ്റുള്ളവർ തട്ടിയെടുക്കുക, മറ്റുള്ളവരെ ഭാര്യമാരെ തട്ടിയെടുക്കുക, മറ്റുള്ളവരെ വീടും ആക്രമിക്കുക, മറ്റുള്ളവരെ അനാവശ്യമായിട്ട് ഹരാസ ചെയ്യുക, ഇതൊക്കെ ഇവരെ ഒരു ഹോബിയാണ്. മതം 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 എന്ന് പറയുന്നുണ്ടെങ്കിൽ ഒരു നേരെ ഇരുന്നിട്ട് ആ ഖുറാന്റെ മീനിങ് മലയാളത്തിൽ വരുന്നുണ്ട് ശശികലെ, അതൊന്നും എടുത്തിട്ടൊന്നും ഒരു ദിവസമെങ്കിലും ഇരുന്നൊന്ന് വായിക്കടി. അതല്ലെങ്കിൽ ഈ ഇതിൽ ജെമിനിയിൽ അല്ലെങ്കിൽ അങ്ങനെയുള്ള എന്തെങ്കിലും ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കിയാലും ഏത് കോപ്പ് എടുത്തിട്ടാണ് പറയുന്നത് മനസ്സിലാവില്ല. അപ്പൊ കുട്ടികള്, ഒരു ചെറിയ കുട്ടിക്ക് ഇവർ പഠിപ്പിച്ചു കൊടുക്കുന്ന ഒരു ക്ലാസ് കണ്ടോളി. പ്രാക്ടിക്കലാണ്, ഒന്ന് കണ്ടുനോക്കുക. ഒന്നൊന്നല്ല പലതും ഉണ്ടായാലും ഒന്ന് മാത്രം ഞാൻ കാണിച്ചു തരാം. അവനെ അടിക്കാനാണ് പറയുന്നത് ഈ കുട്ടിനോട്. അപ്പൊ അവൻ അവിടെ നിന്നിട്ട് ആ ഷോപ്പിൽ നിന്നിട്ട് അവിടെയുള്ള ഷോപ്പിന്റെ ഉടമസ്ഥന് അല്ലെങ്കിൽ ആ വർക്ക് ചെയ്യുന്ന ആള് അതിനെ എതിർക്കുമ്പം ഇവൻ പറയുന്നത് എന്താണെന്നറിയോ, ഈ കുട്ടിനെ കൊണ്ടുവന്ന ഇവൻ പറയുന്നത് എന്താണെന്നറിയോ, വീഡിയോ ബനാക്കിയിടാളു, വീഡിയോ ഞാൻ ഉണ്ടാക്കിയിട്ട് ഇടും, അപ്പൊ അത് മറ്റുള്ളവർ കണ്ട നിന്നെ കൊല്ലും, നിന്നെ അതിനനുസരിച്ച് നിന്നെ ശിക്ഷിക്കും മറ്റുള്ളവർ, അപ്പൊ അതുകൊണ്ട് എതിർക്കാൻ നിൽക്കണ്ട. എന്നിട്ട് ഇവന് ഈ കുട്ടിക്ക് കൊടി പൊന്തണില്ല, അതാണ് നേരത്തെ പറഞ്ഞു വീണത്. ഈ കുട്ടിക്ക് കൊടി പൊന്തണില്ല, അതിനേക്കാളും വലിയ കൊടിയാ കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് ആ കൊടി കൊണ്ട് അടിക്കാനാണ് പറഞ്ഞത് ഇവരൊക്കെ ദ്രോഹിക്കാൻ. ഇതാണ് ഇവരുടെ മതം പഠിപ്പിച്ചു കൊടുക്കുന്നത്. അതാ എത്ര വയസ്സെന്ന് നോക്കണം, ഒരു 5 വയസ്സായിട്ടുണ്ടായിരിക്കാം. ഇതിന്റെ മനസ്സിലേക്ക് കൊടുക്കുന്ന ശത്രുതയാണ് ഇത്. കണ്ടോളി. അപ്പൊ ആ കൊടി അവിടുന്ന് കുട്ടി അടിച്ചെടുപ്പം കൊടി താഴെ വീണു. കൊടിനെ തൊട്ട് കഴിഞ്ഞാൽ ഇവർക്ക് ഹിന്ദും ആ പേരും പറഞ്ഞിട്ട് ദ്രോഹിക്കവരെ. അപ്പൊ ആ കൊടിന്റെ പതാകന്റെ ആ ഇത് പേപ്പർ തുണി വീണു, താഴെ വീണു, വെറും വടി മാത്രമായി. അപ്പോഴാണ് ആ ചങ്ങായി വന്നിട്ട് ഈ കുട്ടിനെ ഒന്ന് തള്ളുന്നത്. അപ്പൊ ആ കുട്ടി വീഴുന്നത്. അപ്പൊ എന്താ ചോദിക്കുന്നത്, കുട്ടീനെ എന്തിനാണ് ഈ ദ്രോഹിക്കണെന്ന്. ഈ കുട്ടി ചെയ്തത് ഇതുവരെയുള്ള സീന കണ്ടല്ലേ, അതാണ് ഇവര് പഠിപ്പിച്ചു കൊടുക്കുന്ന വിദ്യാഭ്യാസം മതപരമായിട്ട് കേട്ടോ. ഇതിനാണ് ശശികല തൂറ്റാൻ വന്നത്, വിഷം തൂറ്റാൻ വന്നത് കേട്ടോ. അപ്പൊ ഇവിടെ പറയുന്നത് എന്താണ്, 18 വയസ്സ് കഴിഞ്ഞതിന് ശേഷം വിദ്യാഭ്യാസം കൊടുക്കുക. അങ്ങനല്ല, 18 വയസ്സ് വരെ അവർ പഠിക്കട്ടെ, മതപരമായിട്ടുള്ള കാര്യങ്ങൾ പഠിച്ച് 18 കഴിഞ്ഞിട്ട് ശരി എന്ത് തെറ്റ് എന്തെന്ന് അവര് മനസ്സിലാക്കട്ടെ. അവര് അപ്പോഴും പഠിക്കാൻ അവർക്ക് സ്വാതന്ത്ര്യം ഉണ്ട്. എല്ലാ മതത്തെ കുറിച്ചിട്ട് സെർച്ച് ചെയ്യാനും പഠിക്കാനുള്ള സ്വാതന്ത്ര്യം എനി ടൈം എല്ലാ ആൾക്കാർക്കും ഉണ്ട്, എല്ലാ മനുഷ്യർക്കും ഉണ്ട്. ഇപ്പൊ ശശികലക്ക് മാത്രമല്ല ബോധമുള്ളത്, എല്ലാവർക്കും ബോധമുണ്ട്. ശശികലന്റെ ബോധം പോയതാണ്. അപ്പൊ അവര് സെർച്ച് ചെയ്തിട്ട് അവര് ശരി എന്ന് കണ്ടതിലേക്ക് അവർ പോന്നോട്ടെ. എന്തിനെ ഇത് കിടന്നിട്ട് ഇങ്ങനെ ചീറണ്, എന്തിനാ ഇങ്ങനെ കരയണം, എന്തിനിങ്ങനെ സങ്കടപ്പെടണം? ഇത് ചെറുപ്പത്തില് അടിച്ച് കയറ്റി കൊടുത്തതൊന്നല്ല. ഇത് ഞങ്ങളേതായിട്ടുള്ള കുട്ടികൾ പഠിപ്പിച്ചു കൊടുക്കുന്നത് സൗഹൃദം, എല്ലാ മതക്കാരെയും ബഹുമാനിക്കണം, എല്ലാ മനുഷ്യരെയും സ്നേഹിക്കണം, അതാതിന്റെ പ്രായത്തിനനുസരിച്ച് അവർ സ്നേഹിക്കും ചെയ്യണം, ബഹുമാനിക്കും ചെയ്യണം. ഇതൊക്കെ തന്നെയാണ് നമ്മൾ അയൽവാസി ഏത് മതം എന്ന് അറിയാതെ നോക്കാതെ അവരെ സ്നേഹിക്കാനാണ് പഠിപ്പിച്ചിട്ടുള്ളത് ഇസ്ലാം. അതുപോലെ തന്നെ ക്രിസ്ത്യൻ മതവും അങ്ങനെ തന്നെയാണ് പറയുന്നത്, അതുപോലെ തന്നെ ഹിന്ദു മതവും അങ്ങനെ തന്നെയാണ് പറയുന്നത്. പിന്നെ നിന്റെ കോപ്രായത്തിലുള്ള ആ സംഘിമതല്ലേ, അത് അങ്ങനെയല്ല പറയുന്നത്, അത് വേറെ ആയിട്ടാണ്. ഇത് കണ്ടില്ലേ, ഇതുപോലെ ഒരുപാട് വീഡിയോസ് ഉണ്ട്. നമ്മൾ അതിന് നിന്നാൽ അതിന് നേരം ഉണ്ടാവും, സെർച്ച് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അതുപോലെ തന്നെ ഇസ്ലാമിന്റെ കാര്യത്തിലും നിങ്ങൾ സെർച്ച് ചെയ്ത് നോക്കൂ. ഇനിയുണ്ട് ഒരുപാട്, സമയമില്ലാത്തതിന്റെ പേരിൽ ഞാൻ ഇവിടെ വെച്ച് നിർത്തണം. അപ്പൊ നിങ്ങളുടെ അഭിപ്രായം എന്തായാലും പോന്നോട്ടെ മക്കളെ. ഓക്കെ, അസ്സലാമു അലൈക്കും. വീണ്ടും ഒരു വീഡിയോസുമായി കാണാം.